നമ്മൾ വിശ്വാസികൾ മറ്റുള്ളവരോട് ഒരു അതിക്രമം ചെയ്താൽ നമ്മൾ അവരുടെ അടുക്കൽ കടന്നുചെന്ന് ആ അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാനും അതിന് നിരന്നുകൊള്ളുവാനും തക്കവണ്ണം തയ്യാറാകാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. ഞാനാണ് അവരോട് അതിക്രമം ചെയ്തിരിക്കുന്നത്, ഞാനാണ് അവന് ദോഷം ചെയ്തിരിക്കുന്നത്, അതിനാൽ ഞാൻ ചെന്ന് ആ അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അങ്ങനെ കടന്നു പോകുന്നവരാണ് അധികവും, കടന്നു ചെന്ന് നിരന്നുകൊള്ളുന്നവരാണ് അധികവും. അധികവും എന്ന് പറയാൻ കാരണം എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ അതിക്രമം ചെയ്താലും, മറ്റുള്ളവർക്ക് എന്തൊക്കെ ദോഷം ചെയ്താലും, നമ്മൾ നിമിത്തം മറ്റുള്ളവർക്ക് എന്ത് കേട് സംഭവിച്ചാലും ഇതൊന്നും തെറ്റല്ല, അതൊക്കെ ന്യായമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുമുണ്ട്. നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, നിരന്നുകൊള്ളുന്ന മനുഷ്യരെ കുറിച്ചാണ്. എന്നാൽ ഈ നിരന്നുകൊള്ളുന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവവചനത്തിനകത്ത് വ്യത്യസ്തമായ ഒരു പഠിപ്പീരാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നോക്കിയേ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുക. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. നോക്കിയേ, ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഹല്ലേലൂയ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ ഉടനെ നിന്റെ സഹോദരന്റെ അടുക്കലേക്ക് ചെന്ന് അവനോട് നിരന്നുകൊള്ളുക. എടാ, നിനക്കെതിരെ ഒരാൾ അതിക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ ചെയ്യണ്ട. നിനക്കെതിരെ ഒരാൾ അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നിനക്കെതിരെ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നടന്നെന്ന് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോയി അവനോട് നിരന്നുകൊള്ളുവാൻ തക്കവണ്ണം ഇടയായി തീരണം. എന്നെ ചിന്തിപ്പിച്ച, എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. ഒരിക്കലും തെറ്റ് ചെയ്യുന്നവന് ഹല്ലേലൂയ മറ്റ് ഈ തെറ്റ് ആർക്കെതിരെയാണോ ചെയ്തത് അവന്റെ അടുക്കലേക്ക് പോകുവാൻ ഒരു ജാള്യതയൊക്കെ ഉണ്ടാകും. അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു കുറ്റബോധമുണ്ട്, അതുകൊണ്ട് അവൻ പറഞ്ഞൊക്കെ നടക്കും. എന്നാൽ അവനെയും അടുത്ത് ചെന്ന് അണയ്ക്കുവാൻ കഴിയുന്നത് ആർക്കെന്നറിയാവോ? ആരാണോ അവന്റെ തെറ്റ് നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിച്ചത് അവന് ഈ തെറ്റ് ചെയ്തവന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് സഹോദര കുഴപ്പമില്ലെന്ന് പറയുവാൻ അവന് കഴിയും. കാരണം അവൻ മറ്റുള്ളവരോട് തെറ്റ് ചെയ്തിട്ടില്ല. അത് തന്നെ ആ വചനവും ഓർമ്മിപ്പിക്കുന്നത്. എടാ, നിന്നോട് ഒരുവന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ നീ അവന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവനോട് നിരന്നുകൊള്ളു. അതാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരോട് അവർക്ക് നമ്മോടെന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അവരോടുണ്ടെങ്കിലും അങ്ങനെ നിരന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.